ആരും പൊതുവെ അടുപ്പിക്കാത്ത മറ്റൊരു സഹാബി, ഒരുപക്ഷെ പുതുതായി കേൾക്കുന്നതായിരിക്കാം ചിലരെങ്കിലും. എന്താണ് ആ സഹാബിയുടെ പേര്? ജുലൈബീബ് റളിയല്ലാഹു അൻഹു. ജുലൈബീബ് റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ അദ്ദേഹത്തിനെ കാണാൻ പ്രത്യേകിച്ച് ഭംഗിയില്ല. മാത്രമല്ല ആരും പൊതുവെ അടുപ്പിക്കുകയില്ല. അത് മാത്രമല്ല ദരിദ്രൻ കൂടിയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത യൗമിൻ മുദാഇബൻ ഇയ്യാഹ്, ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോടൊപ്പം ഇങ്ങനെ കളിച്ചിരിക്കുകയാണ്, തമാശ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, യാ ജുലൈബീബ് അലാ തതസവ്വജ്, അല്ലയോ ജുലൈബീബേ, നീ കല്യാണം കഴിക്കുന്നില്ലേ, നീ വിവാഹിതനാകുന്നില്ലേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. ഫഖാല യാ റസൂലല്ലാഹ് വമൻ യുസവ്വിജുനി, അല്ലയോ റസൂലേ, ആരാണ് എനിക്ക് വിവാഹം ചെയ്ത് നൽകുക? നിങ്ങൾക്കറിയില്ലേ എന്റെ ഈ രൂപം നോക്കൂ, എന്റെ കയ്യിലാണെങ്കിൽ പ്രത്യേകിച്ച് സമ്പത്തില്ല, എന്റെ കുടുംബമാകട്ടെ പ്രത്യേകിച്ച് തറവാട് മഹിമയൊന്നും ഇല്ലാത്ത ആളുകളാണ്. മൈ യുസവ്വിജുനി, ആരാണ് റസൂലെ എനിക്ക് വിവാഹം ചെയ്ത് നൽകുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന ഉസവ്വിജുക യാ ജുലൈബീബ്, അല്ലയോ ജുലൈബീബേ, ഞാൻ നിനക്ക് വിവാഹം ചെയ്ത് നൽകാമെന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞു നടന്നു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാരികളിൽപ്പെട്ട ഒരു സഹാബിയുടെ അടുക്കൽ പോയിക്കൊണ്ട് പറഞ്ഞു, സൗവിജ്നി ഇബ്നതക്, നിങ്ങളുടെ മകളെ വിവാഹം ചെയ്ത് നൽകണം, എനിക്ക് വിവാഹം ചെയ്ത് നൽകണം എന്നാണ് റസൂൽ പറഞ്ഞത്. ഫഖാല നിഅമ വകറാമ യാ റസൂലല്ലാഹ് വനുഅമ ഐനി. ഇത് കേട്ട സഹാബി കരുതിയത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹം ചെയ്തു കൊടുക്കണമെന്നാണ്. നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അവർക്കുള്ള ശ്രേഷ്ഠത എന്താണെന്നുള്ളത് നമുക്കറിയാം. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അഥവാ മുഅ്മിനീങ്ങളുടെ ഉമ്മയായി പരിഗണിക്കപ്പെടും. അത് കേട്ട പാതി ആ സഹാബി സന്തോഷം കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലേ, എത്ര മഹത്തരമായ കാര്യം. പക്ഷേ റസൂൽ പറഞ്ഞു, ഇന്നി ലസ്തു ഉരീദുഹാ ലിനഫ്സി, ഞാൻ എനിക്ക് വിവാഹം ചെയ്യാൻ വേണ്ടിയല്ല നിന്നോട് ആവശ്യപ്പെട്ടത്, മറിച്ച് ആ സഹാബി ചോദിച്ചു, ഫലിമൻ യാ റസൂലല്ലാഹ്, അങ്ങനെയെങ്കിൽ ആർക്കാണ് റസൂലെ നിങ്ങൾ വിവാഹത്തിന് വേണ്ടി ആലോചിച്ചത്? ഖാല ലി ജുലൈബീബിൻ, ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയാണ് എന്ന് കേട്ടപ്പോൾ ആ സഹാബിയുടെ മുഖം മാറി. അതല്ല എങ്കിൽ ആ സഹാബിക്ക് ഒന്ന് ചിന്തിക്കേണ്ടി വന്നു. സഹാബി പറഞ്ഞു, എന്താണ് ഉശാവിർ ഉമ്മഹ, റസൂലെ, ഞാൻ അവളുടെ ഉമ്മയുമായി ഒന്ന് കൂടിയാലോചന നടത്തട്ടെ, ഞാൻ എന്റെ ഭാര്യയോടൊന്ന് ശൂറ നടത്തട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സഹാബി പറഞ്ഞു. ഫഅത ഉമ്മഹ ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്തുബു ബിനതകി, അല്ലയോ എന്റെ ഭാര്യയെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്റെ മകളെ വിവാഹാന്വേഷണം നടത്തിയിട്ടുണ്ട്. കേട്ടപാതി ഈ വനിത, സഹാബി വനിത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് കേട്ടപ്പോൾ എന്താണ് പറഞ്ഞത്? എത്ര മഹത്തരമായ കാര്യമാണ്. സന്തോഷത്തിലാണ് ആ സഹാബി വനിതയും. ഫഖാൽ ഇന്നഹു ലൈസ യഖ്തുബുഹാ ലിനഫ്സിഹി, ഭർത്താവ് പറഞ്ഞു, പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തത്തിന് വേണ്ടിയല്ല വിവാഹം അന്വേഷിച്ചത്. ഇന്നഹാ യഖ്തുബുഹാ ലി ജുലൈബീബിൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവളെ ആലോചിച്ചത് ജുലൈബീബിനാണെന്ന് പറഞ്ഞപ്പോൾ അവളുടെ ഉമ്മ പറഞ്ഞു, ജുലൈബീബിനോ? അവന് നാം വിവാഹം ചെയ്തു കൊടുക്കുകയോ? ഒരിക്കലുമില്ല, ഒരിക്കലും അത് സംഭവിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആ ആലോചന തള്ളിയപ്പോൾ ഇത് അവിടുത്തെ ആ പെൺകുട്ടി കേൾക്കുന്നുണ്ട്, അവരുടെ മകൾ ഇത് കേൾക്കുന്നുണ്ട്. മൻ ഖതബനി ഇലൈക്കും, ആ നല്ലവരായ സ്ത്രീ അവരുടെ ഉപ്പയുടെയും ഉമ്മയുടെയും അടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, മൻ ഖതബനി ഇലൈക്കും, ആരാണ് എന്നെ അന്വേഷിച്ച് നിങ്ങളിലേക്ക് വന്നത്? ഫഖ്ബറത്ഹാ ഉമ്മുഹ, നടന്ന കാര്യങ്ങൾ അവളുടെ ഉമ്മ അവർക്ക് വിവരിച്ചു കൊടുത്തു. ആ സ്ത്രീ പറഞ്ഞ മഹത്തരമായ ഒരു വാക്കുണ്ട്, അതറുദ്ദൂന അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അംറഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഒരു കാര്യം നിങ്ങൾ തിരിച്ചയക്കുകയാണോ? വല്ലാത്തൊരു വാക്കാണത്. ആ ഒരു വാക്ക് പറയുകയാണ്, അഥവാ നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആ ഒരു കാര്യം തിരിച്ചയക്കുകയാണോ? ഇത് ഫഊനി ഫഇന്നഹു ലം യുളയ്യിഅനി, അവരെ എന്നിലേക്ക് വിവാഹം ചെയ്ത് നൽകൂ. ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആ ആലോചന എനിക്ക് പായായി പോവുകയില്ല എന്ന് ആ സ്ത്രീ പറഞ്ഞു. അങ്ങനെ സഹോദരങ്ങളെ, അവളുടെ ഉപ്പ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോവുകയാണ്, കാര്യം സംസാരിക്കുകയും അവർ ആ സ്ത്രീയെ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു നൽകി. ആ വിവാഹം ചെയ്ത അന്ന് തന്നെ യുദ്ധത്തിന് വേണ്ടിയുള്ള പുറപ്പാടാണ്. യുദ്ധത്തിന് വേണ്ടി വിളയാളം വന്നു. യുദ്ധത്തിന് വേണ്ടി ആ വിളയാളം വന്നപ്പോൾ വിവാഹ ദിവസം അദ്ദേഹത്തിന് അതൊരു തടസ്സമായില്ല. ജുലൈബീബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ധീരതയോടെ യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് എടുത്തു ചാടി. അങ്ങനെ സഹോദരങ്ങളെ, യുദ്ധം അവസാനിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
സ്വഹാബത്തിനോട് ചോദിച്ചു, ഹൽ തഫ്ഖിദൂന മിനൽ അഹദ്, നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും നമുക്ക് നഷ്ടമായിട്ടുണ്ടോ? അപ്പോൾ സഹാബത്ത് പറഞ്ഞു, നഅം നഫ്ഖിദു ഫുലാനൻ വ ഫുലാനൻ വ ഫുലാന, ഇന്ന ആളുകളെ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ചോദിച്ചു, ഹൽ തഫ്ഖിദൂന അഹദ്, നമുക്ക് മറ്റ് ആരെയെങ്കിലും നഷ്ടമായിട്ടുണ്ടോ, മരണപ്പെട്ടിട്ടുണ്ടോ, ഷഹീദായിട്ടുണ്ടോ? സഹാബത്ത് പറഞ്ഞു, നഅം നഫ്ഖിദു ഫുലാനൻ വ ഫുലാനൻ വ ഫുലാന, ഇന്ന ആളുകളെ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. അങ്ങനെ 3 തവണ ആവർത്തിച്ചു. അവസാനം പിന്നീട് ചോദിച്ചപ്പോൾ സഹാബത്ത് പറഞ്ഞു, റസൂലെ, ഇനി ആരെയും നമുക്ക് നഷ്ടമായിട്ടില്ല, മറ്റാരെയും നമുക്ക് നഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലാകിന്നി അഫ്ഖിദു ജുലൈബീബ, പക്ഷേ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് നഷ്ടമായിട്ടുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു. നോക്കൂ സഹോദരങ്ങളെ, അവിടെ ഉണ്ടായിരുന്ന സഹാബിമാർക്ക് ആരാണ് ജുലൈബീബ് എന്ന് പോലും അറിയില്ല, ആരാണ് അദ്ദേഹം എന്ന് പോലും അറിയില്ല. പല ആളുകൾക്കും എന്താണ് അവരുടെ അവസ്ഥ, ആരാണ് ഇങ്ങനെയുള്ള ഒരു സഹാബി എന്ന് പോലും അറിയില്ല. പക്ഷേ നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ അന്വേഷിച്ചു ഇറങ്ങി. അങ്ങനെ നോക്കുമ്പോൾ ഏത് രൂപത്തിലാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്? 7 ശത്രുക്കൾ അദ്ദേഹത്തിന് മുകളിലും അദ്ദേഹത്തിന്റെ അതിന്റെ അടിയിലുമാണ് കാണപ്പെട്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രംഗം കണ്ടപ്പോൾ സഹാബത്തിനോട് പറഞ്ഞു, ഖതല 7 മിനൽ മുശ്രിക്കീന വഖതലൂഹു, 7 വരുന്ന മുശ്രിക്കീങ്ങളെ അദ്ദേഹം കൊലപ്പെടുത്തുകയും അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തുകയും ചെയ്തു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. പിന്നീട് പറഞ്ഞ വാക്കാണ് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഹാദാ മിന്നി വ അന മിൻഹു, ഹാദാ മിന്നി വ അന മിൻഹു, ഹാദാ മിന്നി വ അന മിൻഹു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണ അവിടുന്ന് സഹാബത്തിനോട് പറഞ്ഞു. ഞാൻ അവനിൽപ്പെട്ടവനാണ്, അവൻ എന്നിൽപ്പെട്ടവനാണ്, ഞാൻ അവനിൽപ്പെട്ടവനാണ്, അവൻ എന്നിൽപ്പെട്ടവനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണ സഹാബത്തിനോട് ആവർത്തിച്ചു പറഞ്ഞു എന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, ദരിദ്രനായ കാണാൻ കൊള്ളാത്ത ഒരു സഹാബിയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലിലേക്ക് ചേർത്തുകൊണ്ടാണ് പറയുന്നത്. മാത്രമല്ല, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ 2 കൈകളും അതിലേക്ക് ആ സഹാബിയെ എടുത്തുകൊണ്ട് ഖബറിലേക്ക് എടുത്തുവെച്ചു. സഹാബത്ത് പറയുന്നതായി കാണാം, വമാ ലഹു സരീറുൻ ഇല്ലാ സാഇദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന് ഒരു മയ്യത്ത് കട്ടിലില്ല, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കരങ്ങളിൽ അദ്ദേഹത്തെ ഖബറിലേക്ക് എടുത്തു വെക്കുന്നതാണ് നമ്മൾ കണ്ടത് എന്ന്. എന്നിട്ട് സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അദ്ദേഹത്തെ ഖബറടക്കിയെന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ സഹോദരങ്ങളെ, ഇതാണ് അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം. സലഫുകളിൽ ചില ആളുകൾ പറഞ്ഞതായി കാണാം, എത്ര ആളുകളാണ് റുബ്ബ മജ്ഹൂലിൻ ഫിൽ അർള്, എത്ര അറിയപ്പെടാത്ത ആളുകളാണ് മഅലൂമുൻ ഫിസ്സമാ, ആകാശത്ത് അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളവരായിട്ടുള്ളത് എന്ന് സലഫുകളിൽ ചിലർ പറഞ്ഞതായി കാണാം.